നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. SIR-ൽ നിയമ പോരാട്ടത്തിന് കേരളം സുപ്രീം കോടതിയെ സമീപിക്കും. തീരുമാനം സർവകക്ഷി യോഗത്തിൽ. കക്ഷി ചേരുമെന്ന് UDF. SIR-ലെ ആശയക്കുഴപ്പം പരിഹരിക്കാൻ കളക്ടർമാരുടെ യോഗം വിളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളവരെ SIR ജോലിയിൽ നിന്ന് ഒഴിവാക്കും. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി. 2018 മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കാൻ SITക്ക് നിർദ്ദേശം. വാതിൽപ്പാളിയിലും അന്വേഷണം വേണമെന്ന് കോടതി. കട്ടിളപ്പാളി കേസിലെ 3-ാം പ്രതിയായ N വാസുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് VD സതീശൻ. ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടരുതെന്ന് BJP. ട്രംപിന് കനത്ത തിരിച്ചടി. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ സൊഹ്റാൻ മംതാനിക്ക് ചരിത്ര വിജയം. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ. മംതാനിയുടെ വിജയം ആൻഡ്രൂ കുമോയെ തകർത്ത്. വിജയാഹ്ലാദ പ്രസംഗത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ സ്വാതന്ത്ര്യ പുലരിയിലെ വാക്കുകളുമായി മംതാനി. ഗാസയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ. ഗാസയെ നിരായുധീകരിക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കുമെന്നും ഇസ്രയേൽ. ടണലുകൾ തകർക്കുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പാരീസിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഫെർമിൻ ഡുപ്ലസിസിൽ ഷാർട്രയിലും ഊഷ്മള സ്വീകരണം. ഫെം ഡുപ്ലസിസിലെ ആശ്രമത്തിന്റെ ഭാഗമായ വൃദ്ധസദനവും അമ്മ സന്ദർശിച്ചു. SIR-ൽ കേരളം നിയമ പോരാട്ടത്തിന് സുപ്രീം കോടതിയെ സമീപിക്കും. സർവകക്ഷി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. കക്ഷി ചേരുമെന്ന് കോൺഗ്രസ് പറഞ്ഞു. അതേസമയം യോഗത്തിൽ പങ്കെടുത്ത BJP നേതാക്കൾ തീരുമാനത്തെ എതിർക്കുകയായിരുന്നു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം ഒരുമിച്ച് നടത്തുമ്പോഴുള്ള ആശയക്കുഴപ്പത്തിൽ വ്യക്തത വരുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനായി ജില്ലാ കളക്ടർമാരുടെ അടിയന്തര ഓൺലൈൻ യോഗം ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് ഓൺലൈൻ യോഗം ചേർന്നത്. തെരഞ്ഞെടുപ്പ് ജോലിയുള്ള ഉദ്യോഗസ്ഥരെ SIR-ൽ നിന്ന് ഒഴിവാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. മറ്റ് ജീവനക്കാരെ BLO-മാരാക്കാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവികളിൽ സംവരണ കാര്യത്തിൽ തീരുമാനമായി. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ വനിതകൾ മേയർമാരാകും. 7 ജില്ലാ പഞ്ചായത്തുകളിലും വനിതകൾക്കും എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിനുമാണ് സംവരണം. സംസ്ഥാനത്തെ ആകെ 6 കോർപ്പറേഷനുകളിൽ 3 വനിതകളാണ് അധ്യക്ഷ സ്ഥാനത്തിന് വരിക. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിലാണ് വനിതകൾ മേയർമാരാകുക. അതേസമയം സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ 7 വനിതകൾ അധ്യക്ഷ സ്ഥാനം വഹിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലാ പഞ്ചായത്തുകളിലാകും ഇനി വനിതകൾ അധ്യക്ഷ സ്ഥാനത്ത് വരിക. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പട്ടികജാതി വിഭാഗത്തിനാണ് സംവരണം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ 87 മുനിസിപ്പാലിറ്റികളിൽ 44 അധ്യക്ഷ സ്ഥാനങ്ങൾ വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. 6 പട്ടികജാതി വിഭാഗത്തിനും 1 പട്ടികവർഗ വിഭാഗത്തിലുമാണ് സംവരണം ചെയ്തിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല കൊള്ളയിൽ അയ്യപ്പന്റെ വാതിൽപ്പാളി പോലും കടത്തിയോ എന്ന് സംശയം പ്രകടിപ്പിച്ചു ഹൈക്കോടതി. കട്ടെടുത്ത സ്വർണം മുഴുവൻ തിരിച്ചു പിടിക്കണമെന്ന് കോടതി SITക്ക് നിർദ്ദേശം നൽകി. അയ്യപ്പന്റെ വിഗ്രഹം തന്നെ കടത്തി ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ടുണ്ടോ എന്ന് തുടരന്വേഷണത്തിൽ തെളിയുമായിരിക്കാം. ശബരിമലയിലെ വാതിൽപ്പാളി കടത്തിയ കേസിൽ അത്ഭുതം കൂറിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. വിജയമല്യ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളിയിലെ സ്വർണം മാത്രമാണോ അതോ ആ വാതിലും കൂടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കടത്തിയോ എന്നാണ് അന്വേഷിക്കേണ്ടതെന്ന് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. അയ്യപ്പസ്വാമിയുടെ വാതിൽപ്പാളികളുടെ ദൈവികമായ മൂല്യം കൂടി ചിന്തിച്ചാണ് കോടതിയുടെ ഉത്തരവ്. ഈ വാതിൽപ്പാളികൾ ആരാധകർക്കായി വീട്ടിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ എന്നാണ് കോടതി അന്വേഷിക്കുന്നത്. അതിന്റെ വിപണി മൂല്യം കോടികൾക്കപ്പുറത്ത് പോവും. ഇക്കാര്യം കൂടി മനസ്സിലാക്കിയാണ് ഹൈക്കോടതി കൃത്യമായ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. വിജയമല്യ സ്വർണം പൊതിഞ്ഞ സ്വർണം മാത്രമല്ല, ആ വാതിൽപ്പാളികൾ കൂടി എവിടെയെന്ന് കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സങ്കടത്തോടുകൂടി പറയട്ടെ, അയ്യപ്പന്റെ വിഗ്രഹം തന്നെ ഇവർ മാറ്റിവെച്ചിട്ടുണ്ടോ എന്നുള്ളതും ഇപ്പോൾ സംശയാസ്പദമാണ്. ഈ കാര്യം കൂടി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തേണ്ടി വരും. അയ്യപ്പന്റെ യഥാർത്ഥ വിഗ്രഹം അവിടെ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്കും ഒരുപക്ഷെ ഈ അന്വേഷണം ചെന്നെത്തിയേക്കാം. അഡ്വക്കേറ്റ് രാജേഷ് VR, അമൃത ന്യൂസ്, കൊച്ചി.
ശബരിമലയിലെ പഴയ വാതിലിൽ കേടുപാടുണ്ടെന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതെന്ന് വാതിലിന്റെ ശില്പി എളവള്ളി നന്ദൻ. ഡോറിന്റെ പണം തന്നത് അജികുമാർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു സ്പോൺസർ ആണെന്നാണ് പറഞ്ഞത്. വാതിലിന്റെ പണി നടന്നത് ബംഗളൂരുവിലാണ്. ചെമ്പിന്റെ പണി ഹൈദരാബാദിലാണ് ചെയ്തത്. പഴയ വാതിലിന്റെ ലോക്ക് പുതിയതിലേക്ക് വെച്ചു. പുതിയ വാതിലിൽ പൂശിയത് സ്വർണ്ണമാണോ അല്ലയോ എന്നറിയില്ലെന്നും എളവള്ളി നന്ദൻ തൃശ്ശൂരിൽ പറഞ്ഞു. പഴയ ഡോറ് പുതിയതാക്കി പണിയണം, അതിന് കേടുപാടുണ്ട്, എലി കടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഏൽപ്പിക്കുന്നത്. അതാദ്യം ഈ കാര്യം പറയണത് ബാംഗ്ലൂർ ജലഹല്ലി അയ്യപ്പ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി GSN പോറ്റി, അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. ഇങ്ങനെ ശബരിമലയിൽ ഒരു സ്വർണ്ണവാതിൽ പുതിയതായിട്ട് ഉണ്ടാക്കണം, നന്ദന ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വലിയ അഭിമാനമായിട്ടുള്ള കാര്യമുള്ളൂ, തീർച്ചയായിട്ടും ചെയ്യാമെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ നിങ്ങളൊരാൾ ബന്ധപ്പെടുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കണത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഡോർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ അളവെടുക്കാനൊക്കെ ആയിട്ട് ഇന്ന് പോയി. അളവെടുത്ത് അപ്പോൾ അതിൽ അജീർണാവസ്ഥ നടന്നു ആ പഴയ ഡോറിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിനേ കേടുള്ളൂ, അതിൻ്റെ മറ്റ് കവറിങ്ങിനൊന്നും കേടില്ല. അതിൽ എലി കിടക്കേണ്ടത് പറഞ്ഞാണ് അത് കേടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പുതിയ ഡോർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പുതിയ ഡോറിന് വേണ്ടി മരം തൃശ്ശൂരിൽ നിന്ന് എടുത്തു. അതിനുശേഷം ആ മരം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ബാംഗ്ലൂർ ശ്രീരാമപുരത്ത് വെച്ച് പണിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമപുരത്ത് വെച്ചിട്ടാണ് ഈ ഡോർ പണിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N. വാസുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ രേഖകളിൽ ചെമ്പാക്കിയത് വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന കാലത്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും VD സതീശൻ. 2018 മുതൽ 25 വരെ ശബരിമല കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പുകൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ നിലവിലെ ദേവസ്വം ബോർഡിന് ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. ശബരിമല വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല രാഷ്ട്രീയ നിയമനം നടത്തിയ ആളുകൾക്കും പങ്കുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോടതി മേൽനോട്ടമുള്ളതുകൊണ്ട് മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. തെറ്റ് ചെയ്ത രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ബോർഡ് പിരിച്ചുവിടണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കേസിൽ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല പങ്ക്, ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നിയമനം വഴി അധികാരത്തിൽ വന്ന നേതാക്കന്മാർക്കും അതിൽ പങ്കുണ്ട്. മിനിറ്റ്സ് തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഭരണസമിതിയുടെ മിനിറ്റ്സാണ്. ഭരണസമിതി നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ്, ബോധപൂർവമാണ് അവരെ പോറ്റിയുടെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ടാണ് അവർ ചെന്നൈയിൽ സന്ദർശനം നടത്തിയതെന്നുൾപ്പെടെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കോടതിയുടെ നിരീക്ഷണം വളരെയേറെ ഗൗരവമേറിയതാണ്. ഗവൺമെൻറ്റും പോലീസും പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടി ഭരണസമിതി അംഗങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിലപാട് സ്വീകരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നതിൽ സന്തോഷമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ദേവസ്വം ബോർഡിനെതിരായി കോടതിയുടെ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും തുടർച്ചയായി യോഗങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേസിൽ അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം നന്നായി അത് അന്വേഷിക്കണം, എല്ലാ കാര്യവും വെളിയിൽ വരണം. അതുകൊണ്ടാണല്ലോ SIT ചുമതലപ്പെടുത്താൻ നമ്മൾ ഗവൺമെൻറ് പറഞ്ഞു, കോടതി അതിനെ അംഗീകരിച്ചു, ഹൈക്കോടതിയുടെ മേൽനോട്ടം നടക്കുന്നു. മുഴുവൻ റിപ്പോർട്ട് പുറത്ത് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം പ്രതികരിക്കും. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അതിനിടയ്ക്ക് കയറി, അതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നൊരു അന്വേഷണം, അതിനിടയ്ക്ക് കയറി ഞങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് ഇല്ല, എന്ത് അന്വേഷിക്കട്ടെ, എല്ലാ സംശയം വേണ്ട, SIT അന്വേഷിക്കുകയല്ലേ ഇത്. ബീഹാറിൽ ഒന്നാംഘട്ട വോട്ടെടുപ്പ് നാളെ. 18 ജില്ലകളിലെ 121 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പാട്ന, വൈശാലി, മുസാഫർപൂർ, ഗോപാൽഗഞ്ച് എന്നിവിടങ്ങളിൽ ഒന്നാം ഘട്ടത്തിലാണ് വിധിയെഴുത്ത്. RJDയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്, BJP ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി എന്നിവർ ഉൾപ്പെടെ പ്രമുഖർ ജനവിധി തേടുന്നു. കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. 3,70,00,000 വോട്ടർമാരാണ് ഒന്നാം ഘട്ടത്തിലെ വോട്ടർമാർ. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതുമ്പോൾ മഹാസഖ്യത്തെ സംബന്ധിച്ച് നിർണായകമാണ് ഈ ഘട്ടം. കഴിഞ്ഞ തവണ ഈ 121 സീറ്റുകളിൽ 60 ഇടത്തും മഹാസഖ്യം വിജയിച്ചതാണ്. എന്നാൽ കാര്യങ്ങൾ ഇത്തവണ അത്ര അനുകൂലമല്ല. പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടിയും OYCയുടെ AIMIMഉം പ്രതിപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് NDAയുടെ നീക്കങ്ങൾ അത്രയും.
2020 വോട്ട് ചെയ്തതിൽ 59% സ്ത്രീ വോട്ടർമാരായിരുന്നു. പുരുഷന്മാരെക്കാൾ 5% അധികം സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തി. ബീഹാർ വിരുദ്ധ പരാമർശവും സ്ത്രീവിരുദ്ധ പരാമർശവുമെല്ലാം BJP തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധം ആക്കിയിട്ടുണ്ട്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും RJD നേതാവുമായ തേജസ്വി യാദവ് മത്സരിക്കുന്ന ഖരഗ്പൂർ, ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൗധരിയും വിജയ് കുമാർ സിൻഹയും മത്സരിക്കുന്ന താരാപൂർ, ലക്സരായി എന്നിവയാണ് ശ്രദ്ധേയ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ. മഹുവ മണ്ഡലത്തിൽ നിന്ന് തേജസ്വിയുടെ സഹോദരൻ തേജ് പ്രതാപും ജനവിധി തേടുന്നുണ്ട്. കൊലപാതക കേസിൽ അറസ്റ്റിലായ JDU നേതാവ് അനന്ത് സിംഗും ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നവരിൽ ഉൾപ്പെടുന്നു. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോളിംഗ് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയനു പുറമെ ത്രിപുര സ്റ്റേറ്റ് റൈഫിൾസും സുരക്ഷയ്ക്കായി ബീഹാറിലുണ്ട്. സംഘർഷബാധിത മേഖലയിൽ ഉൾപ്പെടെ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 342 നിരീക്ഷകരാണ് തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്കായി ബീഹാറിൽ ഉള്ളത്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പോളിംഗ് സമയം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി വോട്ട് മോഷ്ടിച്ചാണ് BJP അധികാരത്തിലെത്തിയതെന്ന് രാഹുൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണ് ക്രമക്കേട് നടന്നതെന്നും രാഹുൽ ഡൽഹിയിൽ പറഞ്ഞു. ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് 22 കള്ളവോട്ടുകൾ ചെയ്തുവെന്നും രാഹുൽ ആരോപിക്കുന്നു. അതേസമയം രാഹുൽ ഗാന്ധി ഭരണഘടനാ സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP ആരോപിച്ചു. ബീഹാർ ഒന്നാം ഘട്ടം വിധിയെഴുതാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്തെത്തിയത്. ഹരിയാനയിൽ കോൺഗ്രസ് പരാജയപ്പെടാൻ കാരണം വോട്ട് മോഷണവും ക്രമക്കേടുമാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. 25 ലക്ഷം വോട്ടുകൾ ഹരിയാനയിൽ മോഷ്ടിച്ചുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബ്രസീലിയൻ നടിയുടെ ഫോട്ടോ ഉപയോഗിച്ച് 22 വോട്ടുകൾ ചെയ്തു. ഒരു ഫോട്ടോ ഉപയോഗിച്ച് തെറ്റായ മേൽവിലാസത്തിലൂടെ 223 വോട്ടുകൾ ചെയ്ത ആളുകൾ വരെ വോട്ടർ പട്ടികയിലുണ്ടെന്ന് രാഹുൽ പറയുന്നു. She's a Brazilian model. That's a stock photograph, and she is one of 25 lakh such records in Haryana. This is proof of a centralized operation. I'm going to show you. If you just scan that, that's her official page. She's one of 25 lakh such people. കോൺഗ്രസ് അധികാരത്തിലെത്താതിരിക്കാനാണ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തിയതെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. And this is about how an entire state has been stolen. We suspected, once we did Madhepura, once we did Aland, we suspected that this is not just happening in individual constituencies. It is happening at the state level and at the national level. നിയമ പോരാട്ടത്തെക്കാൾ അപ്പുറം ജനങ്ങളെ ഇക്കാര്യം അറിയിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. സുപ്രീം കോടതി എല്ലാം കാണുന്നുണ്ടെന്നും ഹരിയാനയിൽ നടന്നത് ബീഹാറിൽ ആവർത്തിക്കുമെന്നും രാഹുൽ പറയുന്നു. ബീഹാറിലെ ചില ഗ്രാമങ്ങളിൽ 180-ലധികം വോട്ടുകൾ ഒഴിവാക്കിയതായി ജനങ്ങളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. പരാതി നൽകാനുള്ള അവസരം ഉപയോഗിച്ചില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം കോൺഗ്രസ് തള്ളി. ബീഹാറിൽ ക്രമക്കേടുണ്ടെന്ന് ഞങ്ങളെല്ലാം നേരത്തെ മുതൽ ഉന്നയിക്കുന്ന കാര്യമാണ്. എന്തായാലും ഈ ജനാധിപത്യ വിരുദ്ധത്തിനെതിരായിട്ട് രാജ്യവ്യാപകമായി ജനങ്ങൾ ഉണരണമെന്നുള്ളതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല പ്രചരണമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ട് മാറ്റത്തിന് വേണ്ടി. അതേസമയം രാഹുലിന്റെ ആരോപണങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് BJP രംഗത്തെത്തി. പരാജയത്തിന്റെ നിരാശയിൽ നിന്നാണ് രാഹുൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും ഭരണഘടനാ സംവിധാനങ്ങളെ തകർക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു. दरअसल राहुल गांधी सिर्फ BJP नहीं, हमारा देश का तंत्र है, जो क्रेडिबिलिटी ऑफ द इंस्टीट्यूशंस है, उसको टारगेट कर रहा है. രാഹുൽ ഉദ്ദേശിച്ച ബോംബ് ഹൈഡ്രജൻ അല്ലെങ്കിലും ഹരിയാന ബോംബ് കുറെ ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴക വെട്രിക്കഴകത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയിയെ തീരുമാനിച്ചു. മഹാബലിപുരത്ത് ചേർന്ന TVK ജനറൽ കൗൺസിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രമേയം പാസാക്കിയത്. അണ്ണാ-DMK സഖ്യശ്രമങ്ങൾ TVK തള്ളിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് തന്നെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പടയൊരുക്കത്തിലാണ് TVK. കരൂർ ദുരന്തത്തിന് പിന്നാലെ TVK പാർട്ടിയുമായും വിജയുടെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ടാണ് TVKയുടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ദുരന്തത്തിന് ശേഷം TVKയ്ക്ക് തനിച്ച് നിലനിൽപ്പില്ലെന്ന് വരെ നിരീക്ഷണങ്ങൾ വന്നിരുന്നു. പിന്നാലെയാണ് സഖ്യശ്രമങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ട് TVKയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ചേർന്ന ജനറൽ ബോഡി യോഗത്തിന്റെ നിർണായക തീരുമാനമുണ്ടായത്. അതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ
ആരോപണവുമായി TVK നേതാവ് വിജയ് രംഗത്തെത്തി. കരൂർ ദുരന്തം രാഷ്ട്രീയവൽക്കരിക്കില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞതെന്നും എന്നാൽ നിയമസഭയിൽ മുഖ്യമന്ത്രി എന്താണ് പ്രസംഗിച്ചതെന്നും വിജയ് ചോദിച്ചു. തമിഴ്നാട്ടിലെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്നും വിജയ് കൂട്ടിച്ചേർത്തു. இப்ப நாங்க கேட்டோமே இந்த சில கேள்விகள்லாம், இதெல்லாம் நான் கேட்கல, சுப்ரீம் கோர்ட் கேட்டிருக்கு. இதனால என்ன புரிய வருது? இந்த கவர்மெண்ட் நடத்துற அந்த விசாரணை மேல சந்தேகம் ஏற்படுதுன்னா அதுக்கு என்ன அர்த்தம்? உங்க மேல நம்பிக்கை இல்லைன்னு அர்த்தம். இதெல்லாம் ஏன் எதுக்காகன்னு முதல்வர் அவர்களுக்கு புரியுதா? കരൂർ ദുരന്തത്തിന് കാരണം സ്റ്റാലിനും DMKയുമാണെന്നും വിജയ് കുറ്റപ്പെടുത്തി. 2026 മത്സരം DMKയും TVKയും തമ്മിൽ മാത്രമാണ്. 100% വിജയമുണ്ടാകുമെന്നും വിജയ് പറഞ്ഞു. ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും വിജയ് കുറ്റപ്പെടുത്തി. തന്റെ പാർട്ടിയുടെ റാലികളിൽ അന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നും വിജയ് ആരോപിച്ചു. நமக்கு வந்திருக்கிற இந்த இடையூறு வெறும் டெம்பரவரி மட்டும்தான். எல்லாத்தையும் தகர்த்தெறிவோம், மக்களோட கை கோர்த்து நிற்போம், மக்களோட களத்துல போய் நிற்போம். நம்ம பயணத்துல தடம் மாறவே மாட்டோம். നിർവാഹക സമിതി രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ പ്രധാന യോഗമാണിത്. പാർട്ടി ഘടന ദുർബലമാണെന്നും സഖ്യം അനിവാര്യമാണെന്നുമുള്ള വിലയിരുത്തലിനിടയിലാണ് യോഗം ചേർന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനിക്ക് ചരിത്ര വിജയം. ന്യൂയോർക്കിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാകുകയാണ് 34-കാരനായ മംദാനി. ട്രംപിന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ ഗവർണറുമായ ആൻഡ്രൂ കുമോയെയാണ് മംദാനി പരാജയപ്പെടുത്തിയത്. ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സൊഹ്റാൻ മംദാനി വിജയിച്ചു. തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ വ്യക്തമായ ലീഡ് മംദാനി നിലനിർത്തിയിരുന്നു. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനും കമ്മ്യൂണിസ്റ്റുമാണ് മംദാനി. ഇന്ത്യൻ സംവിധായക മീര നായരുടെ മകനാണ്. മുൻ ഗവർണർ ആൻഡ്രൂ കുമോയെയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലിവയെയും പരാജയപ്പെടുത്തിയാണ് ന്യൂയോർക്ക് സിറ്റിയുടെ 111ാമത്തെ മേയറായി മംദാനി സ്ഥാനമുറപ്പിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് മുസ്ലിം മതവിഭാഗത്തിൽ നിന്നും ഒരാൾ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത്. ന്യൂയോർക്കിൽ ഇതുവരെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ കൂടിയാണ് മംദാനി. വിർജീനിയയ്ക്ക് പുറമെ ന്യൂജേഴ്സി ഗവർണർ തിരഞ്ഞെടുപ്പിലും ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് വിജയം. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മിക്കി ഷെറിൽ ആണ് ന്യൂജേഴ്സി ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ജാക്ക് സിയാറ്ററെല്ലിയെയാണ് മിക്കി ഷെറിൽ പരാജയപ്പെടുത്തിയത്. വെർജീനിയയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഗവർണറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി അബിഗെയിൽ സ്പാൻബർഗർ എത്തുന്നു. ഗവർണർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിൻസം എ ലീ സീയേഴ്സിനെയാണ് അബിഗെയിൽ പരാജയപ്പെടുത്തിയത്. വെർജീനിയയുടെ ആദ്യ വനിതാ ഗവർണർ കൂടിയാണ് അബിഗെയിൽ. അതേസമയം ന്യൂജേഴ്സിയിലും വെർജീനിയയിലുമെല്ലാം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിജയം ട്രംപിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം സൊഹ്റാൻ മംദാനിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് ശ്രദ്ധേയമായിരുന്നു. മംദാനി ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഫെഡറൽ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മേയറായി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിന് അത് വലിയ വിപത്താകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിരുന്നാലും പ്രവചനങ്ങളെല്ലാം മംദാനിക്ക് അനുകൂലമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ് സൊഹ്റാൻ മംദാനി എന്ന വിമർശനവും ട്രംപ് പലതവണ ഉയർത്തിയിരുന്നു. മംദാനി കടുത്ത കമ്മ്യൂണിസ്റ്റാണെന്നും ന്യൂയോർക്കിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നുമായിരുന്നു ട്രംപിന്റെ വിമർശനം. ന്യൂസ് ഡെസ്ക് അമൃത TV. ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം. ഹമാസിനെ നശിപ്പിക്കുന്നത് തുടരുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. ടണലുകൾ തകർക്കുമെന്നും ഗാസയെ നിരായുധീകരിക്കണമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗാസയിൽ ഇസ്രയേൽ ഇപ്പോഴും വ്യോമാക്രമണം നടത്തുന്നുണ്ട്. തെക്കൻ ഗാസയിലെ പല മേഖലകളിലും റെയ്ഡുകളും ഷെല്ലാക്രമണവും ശക്തമാണ്. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. സൗദി ദേശീയ എണ്ണ കമ്പനിയായ അറാംകോ ഈ വർഷം 3-ാം പാദത്തിൽ കൈവരിച്ച ലാഭം ലോകത്തിലെ ഏറ്റവും വലിയ 5 എണ്ണ കമ്പനികൾ ആകെ നേടിയ ലാഭത്തേക്കാൾ കൂടുതൽ. 3-ാം പാദത്തിൽ അറാംകോ $28 ബില്യൺ അറ്റാദായം നേടി. 2024 3-ാം പാദത്തെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ 3-ാം പാദത്തിൽ എണ്ണവില 12% തോതിൽ കുറഞ്ഞ് ബാരലിന് $70.1 ആയത് മുഴുവൻ എണ്ണ കമ്പനികളുടെയും വരുമാനത്തെയും ലാഭത്തെയും ബാധിച്ചു. 3-ാം പാദത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ 6 എണ്ണ കമ്പനികളുടെ ആകെ ലാഭം $50.5 ബില്യൺ ആണ്. ഇതിൻ്റെ 55% സൗദി അറാംകോ വിഹിതമാണ്. ഇത് മറ്റ് 5 കമ്പനികളുടെയും സംയോജിത ലാഭത്തിൻ്റെ ഏകദേശം 1.2 ഇരട്ടിയാണ്. കുവൈറ്റിൽ ഈ വർഷം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും അവശ്യ സാധനങ്ങൾക്കും 5.5%-ലധികം വർധനവ് രേഖപ്പെടുത്തി. കോവിഡ് മഹാമാരിക്ക് ശേഷമുണ്ടായ വില വർധനവിന് പുറമെയാണ് ഇതെന്നും പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ജീവിത ചെലവുകളിലും സമാനമായ വർധനവാണ് ഇതേ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്. ആഗോളതലത്തിൽ അനുഭവപ്പെടുന്ന വില വർധനവുമായി താരതമ്യം ചെയ്യുമ്പോൾ 90%-വും ഇറക്കുമതി ആശ്രയിച്ച് കഴിയുന്ന കുവൈറ്റിൽ വില വർധനവ് കാര്യമായി ബാധിച്ചിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. ഇന്ധനവിലയിൽ നൽകി വരുന്ന സബ്സിഡിയാണ് ഇതിന് പ്രധാന കാരണമായി പറയപ്പെടുന്നത്.
ഇതിനു പുറമെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ സർക്കാർ നൽകി വരുന്ന പിന്തുണയും പൗരന്മാരുടെയും താമസക്കാരുടെയും ജീവിത ചെലവ് കുതിച്ചുയരുന്നത് നിയന്ത്രിക്കാൻ സഹായകമായെന്നും സ്ഥിതിവിവരക്കണക്കിൽ സൂചിപ്പിക്കുന്നുണ്ട്. രാജ്യത്തെ സിവിൽ സർവീസ് കമ്മീഷൻ നൽകുന്ന ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇനി മുതൽ സാഹിൽ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാകുമെന്ന് കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷൻ. കുവൈറ്റിലെ പൗരന്മാർക്കും താമസക്കാർക്കും സർക്കാർ മേഖലയിലെ ജോലി അന്വേഷണവും രജിസ്ട്രേഷൻ നടപടികളും എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര സെൻട്രൽ എംപ്ലോയ്മെന്റ് സർവീസ് പ്ലാറ്റ്ഫോം പുറത്തിറക്കിയത്. ഡിജിറ്റൽ സേവനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നതെന്നും സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു. ജോലി അന്വേഷിക്കുന്ന പൗരന്മാർക്കായി സിവിൽ സർവീസ് കമ്മീഷൻ മുമ്പ് നൽകിയിരുന്ന എല്ലാ സേവനങ്ങളും ഇപ്പോൾ സാഹിൽ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിലന്വേഷണ പ്രക്രിയ കൂടുതൽ ലളിതവും കാര്യക്ഷമവുമാക്കാൻ ഈ പുതിയ ഡിജിറ്റൽ സംവിധാനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. കുവൈറ്റിൽ വിവാഹവേദികളിൽ പുകവലി വിലക്കി സാമൂഹികകാര്യ മന്ത്രാലയം. മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലുള്ള വിവാഹ ഹാളുകളിൽ എല്ലാതരം പുകവലികളും നിരോധിച്ചുള്ള സർക്കുലറാണ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഖാലിദ് അൽ അജ്മി പുറപ്പെടുവിച്ചത്. 2015 ഭേദഗതി ചെയ്ത പരിസ്ഥിതി സംരക്ഷണ നിയമത്തോട് സംയോജിച്ചാണ് പുതിയ നിയമം. നിയമപ്രകാരം എല്ലാ രൂപത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിലക്കിയിട്ടുണ്ടെന്നും നിയമലംഘനങ്ങൾക്ക് കർശന നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് മറയുന്ന വിധത്തിൽ സാധനങ്ങൾ കയറ്റുകയോ സൈക്കിൾ പോലുള്ളവ പുറകിൽ ഘടിപ്പിക്കുകയോ ചെയ്യരുതെന്ന് അബുദാബി പോലീസിന്റെ ഓർമ്മപ്പെടുത്തൽ. നിർദ്ദേശം ലംഘിക്കുന്നവർ 400 ദിർഹം പിഴയടയ്ക്കേണ്ടി വരും. നമ്പർ പ്ലേറ്റ് വായിക്കാൻ സാധിക്കാത്ത വിധത്തിൽ സാധനങ്ങൾ വാഹനത്തിൽ കയറേണ്ടി വന്നാൽ താൽക്കാലിക നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കാം. സൈക്കിളുകൾ വാഹനങ്ങളുടെ പുറകിൽ വയ്ക്കുമ്പോൾ അതിനായുള്ള അധിക നമ്പർ പ്ലേറ്റുകൾ RTA വെബ്സൈറ്റിലൂടെ അപേക്ഷിച്ച് വാങ്ങണം. 35 ദിർഹമാണ് ഇതിനായുള്ള ഫീസ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാൻ കുവൈറ്റ് സജ്ജമായതായി സംഘാടകർ. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വിലയിരുത്തി. മൻസൂരിയയിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രി കുവൈറ്റ് മലയാളി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് സൗജന്യ വാഹന സൗകര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ കുവൈറ്റിൽ എത്തിച്ചേരുന്ന മുഖ്യമന്ത്രി ചില ഔദ്യോഗിക ചടങ്ങുകളിൽ പങ്കെടുക്കുകയും വെള്ളിയാഴ്ച നടക്കുന്ന മഹാസമ്മേളനത്തിന് ശേഷം കുവൈറ്റിൽ നിന്ന് യാത്ര തിരിക്കും. വേടന് പോലും ചലച്ചിത്ര അവാർഡ് നൽകിയെന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് റാപ്പർ വേടൻ. വിമർശനങ്ങൾക്ക് പാട്ടിലൂടെ മറുപടി നൽകുമെന്നും അദ്ദേഹം ദുബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വേടന് പോലും സിനിമാ അവാർഡ് കിട്ടിയെന്ന സാംസ്കാരിക മന്ത്രിയുടെ പരാമർശം അപമാനമല്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടായിരുന്നു വേടന്റെ പ്രതികരണം. താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല, കലയ്ക്ക് കിട്ടിയ അംഗീകാരമാണ് അവാർഡെന്നും വേടൻ പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയുടെ പാഠപുസ്തകത്തിൽ തന്റെ പാട്ട് ഉൾപ്പെടുത്തിയപ്പോഴും വിമർശനമുണ്ടായിരുന്നു. തനിക്ക് 31 വയസ്സേയുള്ളൂ, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്നും വേടൻ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. എനിക്ക് 31 വയസ്സായി. ഞാൻ 31 വർഷമായിട്ട് കേരളത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ പാട്ടിലൂടെ പ്രതികരിക്കുമല്ലോ, പാട്ടാണല്ലോ എന്റെ മാധ്യമം, പാട്ടിലൂടെ പ്രതികരിച്ചിരിക്കും. അത് സംസ്ഥാന സിനിമാ അവാർഡ് ലഭിച്ചതിന് ശേഷമുള്ള വേടന്റെ ആദ്യ സ്റ്റേജ് പരിപാടി ഈ മാസം 23-ന് ദുബായിൽ നടക്കും. അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിലായിരിക്കും വേട്ട എന്ന് പേരിട്ട 5 മണിക്കൂർ നീളുന്ന പരിപാടി. നിർമ്മാതാവ് കണ്ണൻ രവിയും വേടനോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ദുബായ്. സാംസ്കാരിക മന്ത്രിക്കെതിരായ പ്രതികരണം വിവാദമായതോടെ വിശദീകരണവുമായി റാപ്പർ വേടൻ. കലാകാരൻ എന്ന നിലയ്ക്ക് തന്നെ അംഗീകരിച്ച ആളാണ് മന്ത്രി സജി ചെറിയാനെന്ന് വേടൻ പറഞ്ഞു. ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു സ്വതന്ത്ര കലാകാരന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത്. അതിനെന്നെ സഹായിക്കുകയും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ഈ സന്തോഷത്തിന്റെ ഇടയിലും ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ സാറ് എന്നെ അപമാനിച്ചതായിട്ടും ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തോ പറഞ്ഞതായിട്ടും വരുന്ന വാർത്തകളാണ്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി. അപ്പൊ അദ്ദേഹം എന്നെ അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. പിന്നെ ഈ പുരസ്കാരം എനിക്കും എന്നെ പോലെയുള്ള ഇൻഡിപെൻഡന്റ് കലാകാരന്മാരായിട്ടുള്ള ഒരുപാട് പേർക്കും പുതിയ സംഗീതമുണ്ടാക്കാനും നല്ല എഴുത്തുകൾ എഴുതാനും സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സൗദിയിൽ 6G ട്രയൽ വിജയകരമായി പൂർത്തിയാക്കിയതായി സൗദി കമ്മ്യൂണിക്കേഷൻ, സ്പേസ് ആൻഡ് ടെക്നോളജി കമ്മീഷൻ. ഇത് സാങ്കേതിക മേഖലയിൽ സൗദി അറേബ്യയുടെ മുൻനിര സ്ഥാനം ശക്തിപ്പെടുത്തും. 6G സാങ്കേതിക വിദ്യകൾ പ്രാപ്തമാക്കുന്നതിന് പരിഗണിക്കുന്ന പ്രധാന ബാൻഡുകളിലൊന്നായ
7 GHz ഫ്രീക്വൻസി ബാൻഡിൽ മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കയിലെയും ആദ്യ ട്രയലാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. സൗദി ടെലികോം കമ്പനി, നോക്കിയ എന്നിവയുമായി സഹകരിച്ചാണ് ട്രയൽ നടത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളിൽ ഒന്നായ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തുടക്കമായി. ഇന്ത്യ ഉൾപ്പെടെ 118 രാജ്യങ്ങളിൽ നിന്നുള്ള 2300-ലേറെ പ്രസാധകർ പുസ്തകമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗ്രീസാണ് ഇത്തവണ അതിഥി രാഷ്ട്രം. ഷാർജ എക്സ്പോ സെന്ററിൽ നവംബർ 16 വരെയാണ് പുസ്തകോത്സവം. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളിൽ ഒന്നായ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 44ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ രക്ഷാകർതൃത്വത്തിൽ SBA ചെയർപേഴ്സൺ ഷെയ്ഖ ബദൂർ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ മാർഗനിർദ്ദേശാനുസരണമാണ് 12 ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തകമേള സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 118 രാജ്യങ്ങളിൽ നിന്നുള്ള 2350 പ്രസാധകർ ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ജമൈക്ക, മാലി, സെനഗൽ, സൈബീരിയ എന്നീ രാജ്യങ്ങൾ ഇതാദ്യമായി ഇക്കുറി ഷാർജ പുസ്തകമേളയിൽ പങ്കെടുക്കുന്നു. സാഹിത്യം, സംസ്കാരം, കല തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രശസ്തരായ 66 രാജ്യങ്ങളിൽ നിന്നുള്ള 250-ലേറെ പ്രത്യേക അതിഥികൾ ഇത്തവണ മേളയിലെത്തും. ഇന്ത്യയിൽ നിന്നും കവി സച്ചിദാനന്ദൻ, വയലാർ അവാർഡ് ജേതാവ് E. സന്തോഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ എഴുത്തുകാരും സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരും ഇനിയുള്ള ദിവസങ്ങളിൽ ഷാർജ പുസ്തകമേളയിൽ സംബന്ധിക്കാനായി എത്തും. നമ്മുടെ ലോകത്ത് മറ്റൊരിടത്തും ഒരുപക്ഷെ ഇങ്ങനെ കാണാൻ പറ്റില്ല. കാരണം പുതിയ പുതിയ എഴുത്തുകാർ പുതിയ പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. നമ്മുടെ നിലവിലുള്ള വലിയ വലിയ എഴുത്തുകാർ തന്നെ ആ പുസ്തകങ്ങൾ വായിക്കുന്നു. അപ്പം ഇതൊരു എക്സ്പോഷറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ പ്രവാസ ലോകത്തുള്ള എഴുത്തുകാരെ സംബന്ധിച്ച് വലിയ എഴുത്തുകാരോടൊപ്പം തന്നെ അവർക്കൊരു വേദി പങ്കിടാൻ അവസരം കിട്ടുക, ലോകത്തിൻ്റെ തന്നെ ഒരു പ്രതിച്ഛായയിലേക്ക് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം മാറുന്നു എന്നുള്ളത് സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും. 750-ലേറെ ശില്പശാലകളും 300-ലേറെ സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി അരങ്ങേറും. ഗ്രീസാണ് ഇത്തവണ അതിഥി രാജ്യം. നിങ്ങൾക്കും പുസ്തകത്തിനും ഇടയിലെന്ന പ്രമേയത്തിൽ നവംബർ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള നടക്കുന്നത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് വേദിയാകുന്ന എക്സ്പോ സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. റിസാല സ്റ്റഡി സർക്കിൾ സൗദി വെസ്റ്റ് നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നോടെക് നോളജ് ആൻഡ് ടെക്നോളജി എക്സ്പോ സംഘടിപ്പിക്കുന്നു. 3ാമത് എഡിഷൻ നവംബർ 14 ജിദ്ദ അൽ മവാരിദ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മികവുകളും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുക, പഠന വിധേയമാക്കുക, നവസാങ്കേതങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ റിസാല സ്റ്റഡി സർക്കിൾ സൗദി വെസ്റ്റ് നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നോടെക് നോളജ് ആൻഡ് ടെക്നോളജി എക്സ്പോ നവംബർ 14 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാങ്കേതിക മേഖലയിലുള്ള അറിവുകളും അനുഭവങ്ങളൊക്കെ അത്യന്താപേക്ഷിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് സാങ്കേതിക വിദ്യകളെ പൊതുസമൂഹത്തിനും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അനുഭവിച്ചറിയാനുള്ള ഒരവസരം ഒരുക്കുക എന്നുള്ളതാണ് നോടെക് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്ന. ടെക്നോളജി, സയൻസ്, ഹെൽത്ത് എന്നീ വിഷയങ്ങളിൽ എക്സ്പോയിൽ പവലിയനുകൾ ഒരുക്കും. ടെക് എക്സിബിഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്, ഫ്യൂച്ചർ മൊബൈലിറ്റി തുടങ്ങിയ മേഖലകളിലെ പുത്തൻ മാറ്റങ്ങൾ സന്ദർശകർക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കുമെന്നും പരിപാടിയിൽ ജൂനിയർ, സെക്കൻഡറി, സീനിയർ, ജനറൽ ഓഡിയൻസ് വിഭാഗങ്ങളിലായി വിവിധ മത്സരങ്ങൾ നടക്കുമെന്നും താൽപ്പര്യമുള്ളവർ notekexpo.com എന്ന ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 9-ാം തീയതിയാണ് രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ്. 11-ാം തീയതി അതിന്റെ സ്ക്രീനിംഗ് നടക്കും. വാർത്താ സമ്മേളനത്തിൽ മൻസൂർ ചുണ്ടമ്പറ്റ, ഫസീൻ കോഴിക്കോട്, റിയാസ് മടത്തറ, റഷീദ് പന്തലൂർ, സുജീർ പുത്തൻപള്ളി, ഖലീൽ റഹ്മാൻ കൊളപ്പുറം എന്നിവർ പങ്കെടുത്തു. സുൽഫിഖ് റദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സൗദിയിലെ ഉപഭോക്താക്കൾക്ക് വാല്യൂ ഷോപ്പിംഗ് ഉറപ്പാക്കുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിനെ തേടി വീണ്ടും അംഗീകാരം. 2025 റീറ്റെയിൽ മീ അവാർഡ്സിലാണ് മോസ്റ്റ് അഡ്മയേർഡ് വാല്യൂ റീറ്റെയിലർ പുരസ്കാരം ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്വന്തമാക്കിയത്. സൗദിയിലുടനീളമുള്ള ലുലുവിന്റെ 71 സ്റ്റോറുകളുടെയും മികച്ച പ്രകടനമാണ് ഈ അംഗീകാരത്തിലേക്ക് നയിച്ചത്. എല്ലാ വർഷവും റീറ്റെയിൽ മേഖലയിലെ പ്രകടനം, നവീകരണം, ആധുനികവൽക്കരണം, ഉപഭോക്തൃ സൗഹൃദ സേവനം എന്നിവ ആഘോഷിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രധാന വേദിയാണ് റീറ്റെയിൽ മീ അവാർഡ്സ്. മിഡിൽ ഈസ്റ്റ് ഇമേജസ് ഗ്രൂപ്പാണ് റീറ്റെയിൽ മീ അവാർഡ് സംഘടിപ്പിക്കുന്നത്. അൽ ഇക്തിസാദിയ നടത്തിയ വില താരതമ്യേന സർവേയിൽ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കൾക്കടക്കം ഏറ്റവും വിലക്കുറവ് നൽകുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ ഒന്നാമനായതിനു പിന്നാലെയാണ് ലുലുവിനെ തേടി മറ്റൊരു നേട്ടം കൂടി എത്തിയിരിക്കുന്നത്. ലുലു റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ കൂട്ടായ പരിശ്രമ ഫലമാണ് അംഗീകരിക്കപ്പെട്ടതെന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം
ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പറഞ്ഞു. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പാരീസിലെത്തിയ സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിക്ക് ഫെം ഡു പ്ലസിസിലെ ആശ്രമത്തിൽ ഹൃദ്യമായ സ്വീകരണം. ആശ്രമത്തിന്റെ ഭാഗമായ വൃദ്ധസദനവും അമ്മ സന്ദർശിച്ചു. തുടർന്ന് 3 ദിവസത്തെ പരിപാടിക്കായി അമ്മ ഷാർട്രയിലെത്തി. എക്സ് ആൻഡ് പ്രൊവിസിലെ 3 ദിവസത്തെ പരിപാടി പൂർത്തിയാക്കിയ ശേഷം അല്പം പോലും വിശ്രമിക്കാതെയാണ് അമ്മയും സംഘവും പാരീസിനടുത്തുള്ള ഫെം ഡു പ്ലസിസിലെ ആശ്രമത്തിൽ എത്തിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചരിത്രപ്രസിദ്ധമായ സ്ഥലം വാസ്തുവിദ്യാപരമായി ഏറ്റവും ശ്രദ്ധേയമായ അമ്മയുടെ ആശ്രമങ്ങളിൽ ഒന്നാണ്. പാരീസിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഫെം ഡു പ്ലസിസ് ഫ്രാൻസിലെ ആശ്രമ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ജീവകാരുണ്യ, ആധ്യാത്മിക, പാരിസ്ഥിതിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത്. ധ്യാനം, യോഗ, റിട്രീറ്റ് പരിപാടികൾ എന്നിവയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നതിനൊപ്പം ഒരു ഇക്കോ വില്ലേജ് പദ്ധതിയും ഇവിടെ വികസിപ്പിച്ചു വരുന്നു. ഒരു കാലത്ത് യുദ്ധവും സംഘർഷവും കൊണ്ട് അടയാളപ്പെടുത്തിയ ഇവിടം ഇന്ന് അമ്മയുടെ കാരുണ്യത്തിന്റെ സന്ദേശം പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. ഒരു മാതൃകാ പാരിസ്ഥിതിക കേന്ദ്രമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ആശ്രമം നിരവധി സന്നദ്ധ പ്രവർത്തകരാണ് നോക്കി നടത്തുന്നത്. ഭക്തരെയാകെ ആനന്ദത്തിലാഴ്ത്തിക്കൊണ്ട് അമ്മ ആശ്രമത്തിലെ കുളത്തിൽ തോണി തുഴഞ്ഞപ്പോൾ ഏവർക്കും കൗതുകമായി. ആശ്രമത്തിനടുത്ത് പുതുതായി സ്ഥാപിച്ച വൃദ്ധസദനവും അമ്മ സന്ദർശിച്ചു. അമ്മ എത്തിയപ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ മനോഹരമായ ഒരു മഴവില്ല് തെളിഞ്ഞത് അമ്മയെ പ്രകൃതി ഊഷ്മളമായി സ്വാഗതം ചെയ്തതുപോലെയായി. അമ്മയുടെ അപ്രതീക്ഷിത സന്ദർശനം അന്തേവാസികൾക്ക് കൗതുകവും അനുഗ്രഹവുമായി. അമ്മ ഓരോരുത്തരെയും നിഷ്കളങ്കമായ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തപ്പോൾ അവർ വികാരാധീനരായി. പ്രധാന ഹാളിൽ അമ്മ പൂജ നടത്തുകയും ഫ്രഞ്ച് ഭജനകൾ ആലപിക്കുകയും ചെയ്തു. അമ്മയുടെ മാനവിക ദൗത്യം ഇന്ന് 6 ഭൂഖണ്ഡങ്ങളിലായി 60-ലധികം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ഓരോ കേന്ദ്രവും നിസ്വാർത്ഥ സേവനമെന്ന അമ്മയുടെ ദർശനം ഉൾക്കൊള്ളുന്നവയാണ്. അമ്മ പലപ്പോഴും പറയാറുള്ളതുപോലെ ഒരു കേന്ദ്രമെന്നത് കേവലം അചേതനമായ കെട്ടിടങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും മരങ്ങളുടെയും താമസ സ്ഥലങ്ങളുടെയും ഒരു കൂട്ടമല്ല, മറിച്ച് അത് സജീവവും ചലനാത്മകവും ജീവസുറ്റതുമായ ഒരു സ്ഥാപനമാണ്. ഈ ചൈതന്യം അമ്മയുടെ ഫ്രാൻസ് ആശ്രമത്തിൽ പ്രകടമായിരുന്നു. തുടർന്ന് അമ്മയും സംഘവും ഫ്രാൻസിലെ ഷാർട്രയിലേക്ക് യാത്ര തിരിച്ചു. ആയിരക്കണക്കിന് ഭക്തർ അമ്മയെ ഒരു നോക്ക് കാണാൻ അവിടെ ഒത്തുകൂടിയിരുന്നു. അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനവും ഭജനയും നടന്നു. എല്ലാവർക്കും അമ്മ പ്രസാദവും വിതരണം ചെയ്തു. ഷാർട്രയിലെ അമ്മയുടെ ത്രിദിന പരിപാടി തുടരുകയാണ്. യൂറോപ്പിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് അമ്മ ദർശനം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.